അസ്സലാമു പ്രിയപ്പെട്ട മോമിങ്ങളെ, ഇന്ന് രാവിലെയായിരുന്നു പൊന്നാനി ഹാർബർ പരിസരത്ത് ഒരു യുവതിയെ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. സുബ്ഹാനല്ലാ, ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാനാവില്ല. സംഭവം കൊലപാതകമാണോ എന്ന് പോലീസിന് അന്നേരെ സംശയമുണ്ടായിരുന്നു. പൊന്നാനി രായൻ മണിക്കാർ വീട്ടിൽ മുഹമ്മദിന്റെ ഭാര്യ ഫാത്തിമയാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചറബ്ബേ, എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ കാണുന്നത്? മൃഗങ്ങളെ പോലെ മനുഷ്യർ ചത്തു വീഴുകയാണല്ലോ. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ആ മണലാരങ്ങളിൽ ആ മയ്യത്തിന്റെ മുകളിൽ മണലിട്ട് മൂടിയ നിലയിലായിരുന്നു. ഇന്ന് രാവിലെ നാട്ടുകാരാണ് ഇത് ആദ്യം കാണുന്നത്. തുടർന്ന് നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചു. മരണത്തിൽ അസ്വാഭാവികമുണ്ടെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഈ യുവതിയുടെ ഭർത്താവിനെ ആണെങ്കിൽ കാണാനുമില്ല. ഈ സ്ത്രീയുടെ കാലിൽ ആഴത്തിലുള്ള മുറിവുകളുമുണ്ട്. പോലീസാണെങ്കിൽ അതിവിദഗ്ധമായി അന്വേഷണം നടത്തുന്നുമുണ്ട്. അവിടെ പരിസരത്തുള്ള CCTV ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു. അങ്ങനെയാണ് സംഭവത്തിന്റെ കിടപ്പ് മനസ്സിലായത്. പെട്ടെന്നൊന്നും ആർക്കും വിശ്വസിക്കാനാവില്ല. എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചു പോകും. ആ പെൺകുട്ടിക്കാണെങ്കിൽ 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. ഇവനാണ് സ്വന്തം ഭാര്യയെ ഇല്ലാതാക്കിയത്, അതും അതിക്രൂരമായി. കാരണമൊന്നുമല്ല, സംശയം തന്നെ. ലഹരിക്കടിമയായ ഇവന് ഭാര്യയെ സംശയം. ഇതുപോലത്തെ ഒരു മരണവാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. സംശയാധീനം ഭാര്യയെ കൊലപ്പെടുത്തിയത്. ഇതും അതുപോലെ തന്നെ. മയക്കുമരുന്ന് നമ്മുടെ ജീവനും ജീവിതവും നമ്മുടെ കുടുംബത്തെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രുചിയോ മണമോ ഇല്ലാത്ത ഈ ഒരു സാധനം കുട്ടികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒന്നും അറിയാത്ത മക്കൾ ഇതിൽ പെട്ടുപോവുകയാണ്. മൂക്കിന്റെ അരികത്തെ കൂടി ഒന്ന് പോയാൽ മതി അത്രേ ഇതിനടിമയാകാൻ. ഒന്നും അറിയാത്ത നമ്മുടെ പാവം മക്കൾ ഇതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. രുചിയും മണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടൊന്നും പിടിക്കപ്പെടില്ല. ഇത് ഉപയോഗിക്കാനും എളുപ്പം, പെട്ടെന്ന് കാശുകാരനാകാനും എളുപ്പം. ഉപയോഗിക്കാനും വിൽക്കാനും പെട്ടെന്ന് കാശ് ഉണ്ടാക്കാനും പറ്റുന്ന ഒരേ ഒരു ബിസിനസ് ഇത് തന്നെയാണ്. കാലഘട്ടത്തിന് ഇത് പിടിക്കപ്പെട്ടാലോ 3 മാസം കൊണ്ട് പുറത്തിറങ്ങുകയും ചെയ്യാം. എല്ലാം കൊണ്ടും എളുപ്പമായ ഒരു ബിസിനസ്. പിന്നെ എങ്ങനെയാണ് ഇത് ഇല്ലാതാവുക? ഇത് കൂടിക്കൂടി വരികയാണ്. എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ശിക്ഷയെക്കുറിച്ചാണ്. കുറച്ചെങ്കിലും കാഠിന്യമാക്കണം ഇതിന്റെ ശിക്ഷ. വെറും 3 മാസം കൊണ്ടാണ് ചെറിയ മക്കൾ ഇതിൽ അകപ്പെട്ട് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. പിന്നെ അവര് വിലസി നടക്കുകയാണ്. വീണ്ടും ഇത് കച്ചവടവുമായി ഇറങ്ങുകയാണ്. മരണപ്പെട്ട ഫാത്തിമയെ ഹാർബർ പരിസരത്തെ മണൽ തിട്ടയിലാണ് മരിച്ച നിലയിൽ കാണുന്നത്. ആ ഒരു കാഴ്ച കരളലയിക്കുന്ന കാഴ്ചയായിരുന്നു. പടച്ചറബ്ബേ, ഇതുപോലൊരു മരണം ആർക്കും കൊടുക്കല്ലേ റബ്ബേ. ആ മയ്യത്ത് മണലിൽ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലായിരുന്നു. മയ്യത്തിന്റെ മുകളിലാകെ മണൽ വാരിയിട്ട് മറക്കാനും ശ്രമിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ വേദനയായി പോയത് ആ പ്രദേശത്തുള്ള തെരുവ് നായ്ക്കൾ ആ മയ്യത്തിന്റെ കാല് വലിച്ചഴക്കുന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നതും ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിക്കുന്നതും. പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തേ മതിയാകൂ. ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഈ നാറി ഒളിവിൽ പോയിരുന്നു. പോലീസിന്റെ അതിവിദഗ്ധമായ തിരച്ചിലിനൊടുവിൽ ഇയാളെ കണ്ടെത്തുകയായിരുന്നു. എവിടെ വെച്ച്? പരപ്പനങ്ങാടി റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ച് ഇയാൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് കാണപ്പെടുന്നത്. ഉടനെ തന്നെ പോലീസ് പിടികൂടുകയും പോലീസിന്റെ എല്ലാ ചോദ്യത്തിനും ഇയാൾ മണിമണി പോലെ മറുപടി കൊടുക്കുകയും ചെയ്തു. സംശയരോഗമാണത്രേ ഭാര്യയെ കൊല്ലാനുള്ള കാരണം. കടുത്ത ലഹരിക്കടിമയാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. 1.5 വർഷം മുമ്പാണ് ഫാത്തിമയുടെയും മുഹമ്മദിന്റെയും വിവാഹം കഴിഞ്ഞത്. അതിൽ ഇവർക്ക് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. ആ കുഞ്ഞ് ഉമ്മയെ കാണാതെ പൊട്ടിക്കരയുകയാണ്. ഇരുവരും തമ്മിൽ കലഹം തന്നെയായിരുന്നു. ഏതു നേരവും തർക്കം. അങ്ങനെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കൂടുതൽ ചോദ്യത്തിന് ഇയാൾ ഇനിയും മറുപടി പറയേണ്ടി വരും. മയ്യത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ്. അതിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ചാലേ ഈ മരണത്തിന്റെ പൂർണ്ണത ഇനിയും വ്യക്തമാവുകയുള്ളൂ. പടച്ചറബ്ബേ, എല്ലാവരും തൊട്ട് കാക്കട്ടെ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരും കാക്കട്ടെ. പടച്ചറബ്ബേ, ആ മരണപ്പെട്ട പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. വല്ലാത്തൊരവസ്ഥയായി പോയി പടച്ചറബ്ബേ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. വേറെ ഒരു മരണമുണ്ടായത് ഈ ഒരു പൊന്നുമോളുടെ മരണമാണ്. 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. സൻഹ മെഹറിൻ എന്ന നല്ലൊരു പൊന്നുമോള്. ചെറുപ്പത്തിൽ തന്നെ മിടുമിടുക്കിയായിരുന്നു. നല്ല സ്നേഹമുള്ള, ഒതുക്കമുള്ള, നല്ലൊരു പക്വതയുള്ള പൊന്നുമോള്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. ഹൃദയത്തിൽ നിന്നും പിടിച്ചു പറിച്ചതുപോലെയാണ് പടച്ചറബ്ബ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെയുള്ള നാട്ടുകാർക്കും പരിചയക്കാർക്കും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? എല്ലാവരും ദുആ ചെയ്യണം ആ മാതാപിതാക്കൾക്ക് വേണ്ടി. ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ പടച്ചറബ്ബ് കൊണ്ടുപോകാതിരിക്കട്ടെ. പടച്ചറബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ. കുറച്ച് ദിവസങ്ങളായിട്ട് ഇത്തരം മരണങ്ങൾ കൂടിക്കൂടി വരികയാണ്. എന്താ കാരണമെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
മെഡിക്കൽ സയൻസ് പുരോഗമിച്ചു വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള മരണങ്ങളെ കണ്ടെത്താനാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചികിത്സിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. കുഴഞ്ഞു വീണ് മരണപ്പെട്ടതാ ഈ 7 വയസ്സുകാരി. ഹൃദയം പൊട്ടിക്കുന്ന വാർത്തയായി പോയത്. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിലെ താഴെപ്പാറ കോടംകുന്നത്ത് വീട്ടിൽ അലി സഖാഫിയുടെ മകൾ സൻഹ മഹറിനാണ് ഇതുപോലെ മരണപ്പെട്ടത്. പെട്ടെന്ന് കുഴഞ്ഞു വീണാണ് പൊന്നുമോള് മരണപ്പെട്ടു പോയത്. വെട്ടിക്കാട്ടിരി SNLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സൻഹ മോള് മരണപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. ഏറെ സന്തോഷത്തോടെ പൊന്നുമോള് ശ്രീകൃഷ്ണപുരത്തുള്ള ബന്ധു വീട്ടിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ പോകുന്നതിനിടെയാണ് പൊന്നുമോള് കുഴഞ്ഞു വീണത്. ഉടനെ തന്നെ മണ്ണാർക്കാടുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചികിത്സിക്കാൻ പോലും സമയം ലഭിക്കാറില്ല ഈ കുഴഞ്ഞു വീണുള്ള മരണം. എത്രയെത്ര മക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. മുമ്പൊക്കെ പ്രായമുള്ളവരിലാണ് ഇതുപോലുള്ള മരണങ്ങൾ നമ്മൾ കാണാറ്. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. എന്തു പറ്റിയെന്നറിയില്ല. ആളുകൾക്ക് പലതും പറയാനുണ്ടാകും. മരണകാരണത്തെ സംബന്ധിച്ച് ഇതുവരെ ആർക്കും വ്യക്തത ലഭിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെല്ലാവരും ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ചെറിയ പൊന്നുമോള് സൻഹ മറിയമാണ് റബ്ബേ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. പൊന്നുമോൾക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാവുന്നതാണ് റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. റബ്ബേ, ഫാത്തിമ എന്ന ഈ പൊന്നുമോളുടെ ആ മരണം കണ്ടു നിൽക്കാനാവാത്ത മരണമാണ് റബ്ബേ. റബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ആ പൊന്നുമോൾക്ക് നീ ഷഹീദിന്റെ കൂലി നൽകണേ റബ്ബേ. റബ്ബേ, ഒരു നീചന്റെ കൈകൊണ്ടാണത്രേ ഈ പൊന്നുമോള് മരണപ്പെട്ടു പോയത്. റബ്ബേ, 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ. ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ റബ്ബേ. ചെറിയ 4 വയസ്സുള്ള പൊന്നുമോളുണ്ട് റബ്ബേ. ആ പൊന്നുമോളെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. റബ്ബേ, ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. مولد أحمدي